എല്ലാ ദിവസവും ഉള്ള പ്രശ്നമാണ് രാവിലെ കുട്ടികൾക്ക് എന്ത് കൊടുത്തയക്കും എന്നുള്ളത്, അല്ലേ? വെറുതെ എന്തെങ്കിലും കൊടുക്കാനും പറ്റൂലല്ലോ. കുറച്ച് ഹെൽത്തി കൂടി ആവണ്ടേ? അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും നമുക്ക് കുറച്ചും കൂടി എളുപ്പം. എന്നാൽ ഇന്ന് ഞാൻ അതുപോലത്തെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. വെറും 5 മിനിറ്റിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമി പാസ്ത, അതും ഹെൽത്തി ആയിട്ട്. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇടാം. ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം, അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറി വരും. ഇനി ഒരു അര ഉള്ളി വളരെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഉള്ളി ഒന്ന് കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കും, അവര് കഴിച്ചോളും. ഇനി ഞാൻ മൈദക്ക് പകരം ഇവിടെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ അരക്കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് ഒഴിക്കുന്നത്. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കുന്ന ഏത് വെജിറ്റബിൾസും ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീനും റെഡും ക്യാപ്സിക്കാണ് ചേർക്കുന്നത്. ഏതെങ്കിലും ഒന്നായാലും മതി. കുറച്ച് ക്യാരറ്റ് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ബ്രൊക്കോളി കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പൊ തന്നെ കണ്ട നല്ല കട്ടിയില്ലേ? കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ 1 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉപയോഗിച്ചത് മൾട്ടിഗ്രെയിൻ പാസ്തയാണ്. കുറച്ചും കൂടി ഹെൽത്ത് വൈസ് നോക്കുമ്പോഴാണ് ഞാൻ മൾട്ടിഗ്രെയിൻ ഉപയോഗിച്ചത്. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് പാസ്ത വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം പാൽ ആദ്യം നമ്മൾ ചേർത്തല്ലോ, അതുകൊണ്ട് 1/4 കപ്പ് ഒഴിച്ചാൽ മതിയാവും. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വിസിൽ വരുന്ന വരെ വെയിറ്റ് ആക്കണം. ഇതിപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ട്. പ്രഷർ ഫുള്ള് പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. ഇപ്പം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ വെള്ളം പോലെ മേലെ കാണുന്നത് ആവി വെള്ളമാണ്. അത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് ഇത്. ഞാൻ ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സ് പൊടിയും കുറച്ച് ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. നോക്കിയേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ? ലുക്ക് മാത്രമല്ല, വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആൻഡ് ഈസി ടു മേക്ക് ആണ് കേട്ടോ. വെറും 5 മിനിറ്റ്സിലാണ് ഞാനിപ്പോൾ പാസ്ത റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഉപകാരപ്പെടുവാന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ശരി.